ഇന്ന് നമ്മൾ ഫ്രൂട്ടി കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ചെയ്തെടുക്കുന്നത്. മാംഗോ ഫ്രൂട്ടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ മുട്ടയോ ബട്ടറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ അരക്കപ്പ് ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മാംഗോ ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, കാരണം ഫ്രൂട്ടിയിൽ അത്യാവശ്യം മധുരം ഉണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് നല്ല കട്ട തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. മുട്ടയും മാങ്ങയും വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അരക്കപ്പ് കസ്റ്റാർഡ് പൗഡറുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലുമൊക്കെ തരിക കിടപ്പുണ്ടെങ്കിൽ പോകാനായിട്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം. ഞാനിതൊരു 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സിലേക്ക് ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കോൺഫ്ലവർ 2 സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ആവശ്യമെങ്കിൽ മാത്രം 1-2 നുള്ള യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് പാത്രത്തിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓവനിലോ ഇത് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 5 മിനിറ്റ് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തീ കുറച്ച് വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മാങ്ങ ഇല്ലെങ്കിൽ പോലും നല്ല മാങ്ങയുടെ ടേസ്റ്റിൽ നമുക്കൊരു മാംഗോ ഫ്രൂട്ടി വെച്ചൊരു കേക്ക് തയ്യാറാക്കി എടുക്കാം.